ഇന്നിപ്പോ ആഗോള അയ്യപ്പ സംഗമം നടന്ന ദിവസമാണല്ലോ. പക്ഷെ ആയിരക്കണക്കിന് കസേരകൾ അവിടെ ഇട്ടിട്ട് അതിലൊന്നും ആളുകൾ ഉണ്ടായില്ല എന്നുള്ളൊരു ട്രോള് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആള് അതിനോട് വല്ലാതെ താല്പര്യം കാണിക്കാതിരുന്നത്? ആളുകള് ഒന്ന് താല്പര്യം കാണിക്കാതിരുന്ന പ്രധാന കാരണം ആ പാർട്ടി പുലർത്തുന്ന ഇതിനോടുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ നിലപാടുണ്ട്. ആ നിലപാട് തൊഴിലാളി വർഗ പാർട്ടിയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അറിയാനെങ്കിലും ആ പ്രത്യയശാസ്ത്ര നിലപാട് കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നാട്ടുകാർക്കറിയാം. അതിന്റെ റാങ്ക് ആൻഡ് ഫയലിലുള്ള ആളുകൾ അത് യഥാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞതാണോ ഈ ആളില്ലായ്മയ്ക്ക് കാരണം? അതെ, അത് തള്ളിക്കളഞ്ഞത് തന്നെയാണ്. കാരണം വിശ്വാസം ഞങ്ങളെ റോളിലുള്ളതല്ല, അത് വിശ്വാസികളുടെ. ഞങ്ങളുടെ വിശ്വാസം വേറൊന്നാണ് എന്ന് പറയുന്നതിന്. പക്ഷെ വോട്ട് കിട്ടാൻ വേണ്ടി വിശ്വാസികളെയും ചേർത്ത് നിർത്തും. അത് തെറ്റുമില്ല, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അതൊക്കെ വയറ്റുപഴുപ്പിന്റെ കാര്യമാണല്ലോ. പക്ഷെ പ്രത്യയശാസ്ത്രപരമായിട്ട് അവരെന്തല്ല, അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് അവര് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അല്ല, ആ പാർട്ടിയില് യുക്തിവാദത്തിന്റെ ത്രെഡ് ഉണ്ട്. അതെ അതെ അതെ. ആ ത്രെഡിനെയും കൂടി നശിപ്പിക്കാനാണ് ആ പാർട്ടി ഇപ്പൊ നോക്കുന്നത്. സത്യത്തില് എന്തായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് യുക്തിവാദത്തിന്റെയും നാസ്തികതയുടെയും ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് നശിപ്പിക്കാനാണ് പോയി. ഞാൻ അതല്ല ആലോചിക്കുന്നത്, എന്തിനാണ് ഇപ്പൊ ഈ അയ്യപ്പ സംഗമം ആഗോളതലത്തിൽ സംഘടിപ്പിക്കുന്നത്? 2018 ഇത് സംബന്ധിച്ച് ഒരു സുപ്രീം കോടതി വിധി വരുന്നത്. 2018 സെപ്റ്റംബർ മാസത്തിൽ. ഇപ്പോ ഈ 2025 സെപ്റ്റംബർ മാസത്തിൽ അതിന്റെ റെലവൻസ് എന്താ? അതിൽ വേറെ എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായി നമ്മളാരും അറിഞ്ഞിട്ടില്ല? അങ്ങനെ ഇത് മോണിറ്റർ ആ ഡെവലപ്മെന്റ് നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതല്ലേ ഉള്ളൂ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതാണ് മെയിന്. അല്ല, ഞാൻ പറയുന്നത് അതല്ല. 2018 ഈ വിധി വന്നു. ഇത് സംബന്ധിച്ച് ആ തീർത്ഥാടന കാലത്താണ് ഏത് പ്രശ്നങ്ങളും ആകെ കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായത്. തൊട്ടടുത്ത വർഷം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 19 സീറ്റ് UDF, 1 സീറ്റ് LDF അല്ലെ, തൂത്തുവാരി UDF എന്നൊക്കെ പറഞ്ഞു. അതിനൊരു കാരണം ഈ പറയുന്ന ശബരിമലയാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനം വന്നു. മറ്റു പല കാരണങ്ങളുണ്ടെങ്കിലും അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന CPM എന്താ ചെയ്യുന്നത്? വീട് കയറി മാപ്പ് പറയുന്ന രീതിയിൽ ആളുകളെ സമീപിച്ച് ഇത് ഞങ്ങൾ പറഞ്ഞ് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നത്. ശരി. അതിനുശേഷം 2019 കഴിഞ്ഞു. 2020 എന്ത് നടന്നു? ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻ നടന്നു. കൂടുതൽ ലോക്കൽ ബോഡീസിൽ, പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ CPM അധികാരത്തിൽ വന്നു. അപ്പോൾ നമ്മളെന്ത് കരുതി? ഇവർ വീട് കയറി പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാകാം അങ്ങനെ പോയ വോട്ടുകൾ തിരിച്ചു വന്നത്. പിന്നെ വീണ്ടും തൊട്ടടുത്ത വർഷം എന്ത് നടക്കുന്നു? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എന്താ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭൂരിപക്ഷം മാത്രമല്ല, ഭരണ തുടർച്ച. ഏതാണ്ട് 100 സീറ്റോളം നേടിക്കൊണ്ട് 99 സീറ്റ് നേടിയല്ലോ. ആ രീതിയിലേക്ക് LDFന് ഒരു തുടർ ഭരണം കിട്ടുന്ന രീതിയിലേക്ക്. അപ്പം അയ്യപ്പനുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധവും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. പിന്നെ വീണ്ടും 2024 പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ മോഹൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അത് ശബരിമല എഫക്റ്റ് ആണെന്ന് വീണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മനസ്സ് BJPക്ക് അത്ര യോജിച്ചതല്ല. അവർക്ക് ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഗവൺമെന്റ് വരണം എന്നുള്ള ചിന്താഗതിക്കാരാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ആരാണ്? LDF or UDF എന്ന് നോക്കിയപ്പോൾ ആളുകൾക്ക് തോന്നി, പ്രത്യേകിച്ചും ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFന് പിന്തുണച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? 18 സീറ്റ് UDF, 1 സീറ്റിൽ തന്നെ LDF ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതും കഴിഞ്ഞ് CPMന്റെ ഒരു റിവ്യൂ നടന്നു. കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളെയോ പോലെ ഒന്നുമില്ലല്ലോ. ജയിച്ചാലും തോറ്റാലും അവരെന്ത് ചെയ്യും? റിവ്യൂ നടത്തും. എങ്ങനെ ജയിച്ചു, എങ്ങനെ തോറ്റു എന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം റിവ്യൂ നടത്തിയപ്പം അതിന്റെ ഭാഗമായിട്ട് വന്ന അവരുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താ പറഞ്ഞത്? വേണ്ടാതെ മുസ്ലിങ്ങളുടെ പുറകെ പോയി ഗാസയുടെ പേരിൽ, CAAയുടെ പേരിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് പൗരത്വ നിയമത്തിന്റെ പേരിലൊക്കെ നിങ്ങൾ വേണ്ടാതെ അവരോടൊരു പ്രീണന സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന തരത്തിൽ നിങ്ങൾക്ക് പരാജയമുണ്ടായത് എന്ന ചർച്ച വന്നു. അതിനുശേഷമാണ്
CPM ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള നയസമീപനങ്ങൾ ഇനി വേണ്ട, ഇനി നമുക്ക് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ മോനേട്ടൻ ആദ്യം പറഞ്ഞ സംഭവത്തിലേക്ക് വരിക. ഇവരുടേത് വർഗ രാഷ്ട്രീയമാണോ വർഗീയ രാഷ്ട്രീയമാണോ? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. വർഗീയ രാഷ്ട്രീയമാണ്. വർഗീയ രാഷ്ട്രീയം കളിച്ചെങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വെച്ച് പിടിച്ചാൽ അതിൽ വെച്ചിട്ട് മൂന്നാമതും ഭരണത്തിലെത്താം എന്നുള്ള ഒരു മോഹമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം? ഈ പാർട്ടിയിൽ എന്നും അടിയുറച്ച് നിൽക്കുന്നവരാണ് ഒരു ഈഴവ വിഭാഗം. ആ ഈഴവ വിഭാഗം എന്നും മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിട്ടേ ഉള്ളൂ. ആ വിഭാഗത്തു നിന്നാണ് കൊഴിഞ്ഞുപോക്ക് വരുന്നത്, റോഷൻ വരുന്നത്. അല്ല, അത് ആ ചർച്ചയിൽ അവരുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പഠനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ അത് പോകുന്നതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നടക്കുന്ന ഒരു വൃഥ പ്രവൃത്തിയായിട്ട് എനിക്കിതിനെ തോന്നിയിട്ടുള്ളൂ. കേരളത്തിൽ ഭരണം ഇടതുപക്ഷം ആയതുകൊണ്ടും ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ള എനിക്ക് പിന്നെ UDF ഉള്ളത് കൊണ്ടും അതിനെ പിടിച്ചു നിർത്തണമെങ്കിലും മറ്റു കളം മാറ്റി ചവിട്ടിയവരാണ് BJP-ക്കാർ. പന്തളത്ത് ഏതാണ്ട് 10-20,000 സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് പന്തളം കൊട്ടാരവും NSS ഒക്കെ ചേർന്ന് വലിയ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോഴാണല്ലോ PS ശ്രീധരൻപിള്ള പറഞ്ഞത് ഒരു സുവർണാവസരമാണ്. RSS ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി കാര്യങ്ങൾ നീക്കിയവരാണ്. അപ്പോ അത് പക്ഷെ ഇവിടെ പറഞ്ഞാൽ ചെലവാവില്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് മലയാളിയുടെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരുടെ വലിയൊരു വികാരമാണ് ആ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ആ രാഷ്ട്രീയം ഇവിടെ കളിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവർ ഡൽഹിയിൽ പോയി ചെന്ന് പലരോടും കാല് പിടിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് അവിടെ ഉള്ളതും പോകും, എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ തിരിച്ചു വന്നിട്ടാണ് BJP എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു നിലപാടിലേക്ക് CPM പോകുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഇതിന് ഭരണ തുടർച്ച, ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അത് തുടർന്ന് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അവനവന്റെ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നുള്ള അവരുടെ SFIക്കാർക്കും ഒക്കെ കൊഴുപ്പടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോയെങ്കിലേ നിൽക്കക്കള്ളി ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ CPM നിൽക്കുന്നത്. അത് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇറോഷൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത് ഈഴവ തീയ വിഭാഗങ്ങളിലെ വോട്ടുകളായിരുന്നു പ്രധാനമായും CPM-ന്റെ ശക്തി അക്കാലത്ത്. അതിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറെ കാലമായി BJP-യിലേക്ക് പല ഘട്ടങ്ങളിലായി നടക്കുന്നതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. പക്ഷെ അവരതിനെ മറച്ചു പിടിച്ചിരുന്നത്, അത് നമുക്ക് പെട്ടെന്ന് വ്യക്തമാകാതിരുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ട് വലിയ തോതിൽ ആകർഷിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് വരുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഗാസ അല്ലെങ്കിൽ ഈ പറയുന്ന പൗരത്വം തുടങ്ങിയിട്ടുള്ള ചപ്പടാച്ചികളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് തിരിച്ചടിച്ചു എന്നുള്ള രീതിയിൽ ഒരു പഠനം വരുമ്പോൾ പിന്നെ മാർഗം എന്താണ്? തോണി മറിഞ്ഞാൽ പുറം എന്ന് പറയുന്നത് പോലെ ഇപ്പൊ അവര് അയ്യപ്പ സംഗമം ലാൽസലാം അയ്യപ്പ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട സ്ഥിതിയുണ്ടായി. അപ്പൊ അതൊരു ചെങ്കൊടി പാറുന്ന ഒരു അയ്യപ്പ സംഗമമാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ചേരുന്നത് യഥാർത്ഥത്തിൽ. പക്ഷെ അതിനോട് CPM-ന്റെ റാങ്ക് ആൻഡ് ഫയലിലുള്ള ആളുകൾ, അവരുടെ കോർ പ്രവർത്തകർ, അവരുടെ സഖാക്കൾ, അവർക്ക് ഇതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയല്ലേ? അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയോ? സത്യത്തിൽ ഭൂരിപക്ഷ ജനങ്ങളുടെ ആശ അല്ലെ അഭിലാഷം അല്ല അവരുടെ അതിൽ അവര് വിചാരിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞാല് ദൈവത്തിന്റെ പാട്ടിന് പോട്ടെ, അത് ഒരു ഭാഗത്ത് നിൽക്കും. എന്റെ വിശ്വാസം ആ ഒരു ചിന്തയാണ്. അത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന സാധനത്തിന്റെയാണ് BJP അവിടെ ലാഭക്കൊയ്ത്ത് നടത്തുന്നത്, CPM ഇവിടെ ലാഭക്കൊയ്ത്ത് നടത്തുന്നത്. അതുകൊണ്ടാണ് UDF ജയിക്കുന്നത്. അവിടെ രാമനാണെങ്കിൽ ഇവിടെ അയ്യപ്പനാണ്. ആ ഒരു പാറ്റേൺ നമുക്ക് പലപ്പോഴും പലരും ആക്ഷേപമായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണോ മോഡിയും BJP നേതൃത്വവും കേന്ദ്രത്തിൽ ചെയ്യുന്നത്, സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പിണറായി വിജയൻ ചെയ്യുന്നത്. അപ്പൊ അത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യത്തിൽ ദൈവത്തിന്റെ വഴിക്ക് പോട്ടെ, ദൈവം പിന്നെ ഒരു ആളെ വിശ്വാസത്തിന്റെ പ്രശ്നമാണല്ലോ, അവർ വിശ്വസിച്ചോട്ടെ. അവിടെ UDF എടുക്കുന്ന ചില നിലപാടുകളാണ് കരണീയം എന്ന് ആളുകൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് UDF ജയിക്കുന്നത്. ഇപ്പം ജയിച്ചു വരുന്ന എല്ലാ പിന്നെ നിയമസഭയിലൊക്കെ UDF ജയിക്കുന്നത് അല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഭാഗത്ത് അയ്യപ്പന്റെ ഭാഗത്താണ് ശരി എന്ന് തോന്നുമ്പോൾ അവിടെ എന്തോ ലാഭം കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നത് തെറ്റാണ്. അത് എന്റെ അഭിപ്രായത്തിൽ സമീപ ഭാവിയിൽ UDF-ന് തന്നെയാണ് അതിന് അനുകൂല വിധി ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഇതിൽ വലിയ തോതിൽ CPM-ന് ക്ഷീണം വരാൻ പോകുന്ന ഒരു കാര്യം, നവോത്ഥാന മതിൽ എന്ന് പറയുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ സമീപകാലത്ത് നാരായണഗുരു പോലും അല്ലെങ്കിൽ അയ്യങ്കാളി പോലും കേട്ടിട്ടില്ലാത്ത വലിയ വിപ്ലവമായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ ആ നവോത്ഥാന മതിലിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളായിരുന്നു KPMS-ന്റെ
പുന്നല ശ്രീകുമാരൻ, അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്തും ആർക്കു വേണ്ടിയും എപ്പോഴും പറയുമെന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പുന്നല നേരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു, ഇത് ശരിയല്ല. ഇങ്ങനെ കേരളത്തിന്റെ പുരോഗതിയെ, കേരളത്തിന്റെ സാമൂഹ്യമായി മുന്നോട്ട് പോകാൻ വേണ്ടി പ്രയത്നിക്കേണ്ട ഒരു ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇതിന്റെ തിരിച്ചടി ഇടതുപക്ഷത്തിന് വരുന്ന ആളുകളിൽ ഉണ്ടാകുമെന്ന് പുന്നല ശ്രീകുമാർ അദ്ദേഹത്തിന് നിലപാട് പറഞ്ഞു. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്നിട്ട് ഒരു ശ്രീനാരായണീയന് പറയാൻ പറ്റുന്ന ഭാഷയിലാണോ അയാൾ ഇപ്പോൾ സംസാരിക്കുന്നത്? പക്ഷെ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുകയാണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനേക്കാൾ ശ്രീനാരായണ ഗുരുവിനേക്കാൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന മട്ടിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. കഷ്ടമാണത്. ഇപ്പൊ എന്തായാലും നമ്മള് ഒരു മനുഷ്യൻ അവിടേക്ക് വന്നില്ല എന്നാണ് കാണുന്നത്. കുറെ ഉദ്യോഗസ്ഥരും കുറെ വയറ്റപ്പുഴപ്പ് സഖാക്കളും ഒക്കെ ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നു എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ ഭൂരിഭാഗം കസേരകളും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് വർത്തമാനകാല കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതിപ്പോ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ പറഞ്ഞാൽ, ദൈവത്തെ എടുത്ത് കളിച്ചാൽ അത് വോട്ടാവൂല, അത് ഭരണത്തിലെത്തൂല എന്നുള്ളതിന്റെ പ്രധാന തെളിവാണ് ഇന്ന് അവിടെ കണ്ടു തുടങ്ങിയത്. കാരണം ആളുകൾക്ക് വിശ്വാസം ആളുകളുടെ മനസ്സിലാണ്, അവൻ ആ വിശ്വാസമായിട്ട് പോകും. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവം, ആ ദൈവത്തിനെ ആരാധിക്കാനുള്ള അധികാരമുണ്ട്. അവിടെ മതമില്ല, ജാതിയില്ല, എല്ലാ ആളുകളും വരുന്ന ഒരു സ്ഥലമാണ്, തീർത്ഥാടന കേന്ദ്രമാണല്ലോ ശബരിമല. ആ ശബരിമലയെ എടുത്ത് ഇതുപോലുള്ള പയറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും തന്നെയാണ് എൻ്റെ. ഓക്കെ, നന്ദി.